മനസ്സേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നോരു മന്ധരയെ കണ്ട് കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. എന്തരോ എന്തോ ഒരുപാട് പണങ്ങളൊക്കെ വാരി ചെലവാക്കിയിരിക്കണ്. അത്തരം വലിയ അലങ്കാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അന്ന്? വഴിയിലൊക്കെ എന്തിനു പൂക്കളും കൊടികളും തൂക്കിയിട്ടിരിക്കണത്? രാജാവിന്റെ പിറന്നാളാ? അയ്യോ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നാളെ പൂരം നാളിൽ കുമാരൻ ശ്രീരാമന് യവരാജാഭിഷേകം. അയോധ്യാപുരം ആഘോഷത്തിലാണ്. ഇതറിയാതെ ഈ ദേശത്ത് നിങ്ങൾ ഒരാളെ കാണും. കഷ്ടം. ഭരതകുമാരൻ കേകയത്ത് പോയ തക്കം നോക്കി. ആ, ദശരഥ മഹാരാജാവിന്റെ ബുദ്ധി കൊള്ളാം. കാണിച്ചു കൊടുക്കാം യവരാജാഭിഷേകം. എന്താ ഇവിടെ നടക്കുന്നത്? കഷ്ടം. ആപത്ത് മുക്കോളം എത്തിയിട്ടും ഒന്നും അറിയാണ്ടിരിക്കുന്ന നിന്റെ അവസ്ഥ കഷ്ടം തന്നെ. സുന്ദരിക്കോതെ, ഇന്നുണ്ടെന്ന് തോന്നുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം വേനൽക്കാലം എത്തുമ്പോ നദിയിലെ വെള്ളം വച്ചില്ലേ, അതുപോലെ വറ്റിപ്പോകും. നീ നോക്കിക്കോ. മന്ധരേ, നിനക്ക് എന്താണ് പറ്റിയത്? നിന്റെ വാക്കുകളെല്ലാം അതിര് കടക്കുന്നു. ഞാൻ നിന്റെ സ്വാമിനാണെന്ന കാര്യം നീ മറക്കുന്നു. ക്ഷമിക്കണം ദേവി, വർത്തമാനങ്ങൾ കേട്ടപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടുപോയി. അതാണ് ഞാൻ അങ്ങനെയൊക്കെ. എന്ത് വർത്തമാനങ്ങൾ കേട്ട കാര്യമാണ് നീ പറയുന്നത്? അതു ശരി, അയോധ്യ മുഴുവൻ അറിഞ്ഞിട്ടും എന്റെ ദേവി മാത്രം അറിഞ്ഞില്ല. അപ്പോ തന്നെ ഊഹിക്കാം ഇതിൽ ചതിയുണ്ടെന്ന്. എന്ത് ചതി? എന്തിനെ കുറിച്ചാണ് നീ പറയുന്നത്? തെളിച്ചു പറ. ദേവി, എല്ലാം നശിപ്പിക്കാനാണ് ദശരഥ മഹാരാജാവ് ഉറമ്പിട്ട് ഇറങ്ങിയിരിക്കണത്. രാമനെ യുവരാജാവായി വാഴിക്കാൻ രാജാവ് നിശ്ചയിച്ചിരിക്കണ്. അതിനെന്താ? രാമൻ എന്റെയും പുത്രനല്ലേ, അയോധ്യയുടെ ജ്യേഷ്ഠപുത്രൻ. ഈ മഹാറാണിയുടെ ഒരു കാര്യം ദേവി, മഹാരാജാവ് അവിടത്തോട് വഞ്ചനയാണ് ചെയ്യുന്നത്. ദേവിയോട് ഇഷ്ട വാക്യങ്ങൾ പറയും, പക്ഷേ ഹിതം പ്രവർത്തിക്കുന്നത് കൗസല്യ ദേവിക്ക് വേണ്ടി. അല്ലെങ്കിൽ ഭരതകുമാരൻ കേകയത്ത് പോയ തക്കം നോക്കി രാമന് യുവരാജാഭിഷേകം പ്രഖ്യാപിക്കുമോ? ദേവി, ദശരഥ മഹാരാജാവ് സർപ്പമാണ്, ഉഗ്രവിഷമുള്ള സർപ്പം. ആ സർപ്പത്തെയാണ് ദേവി മടിയിൽ കിടത്തുന്നത്. രാജാവ് രാജ്യം രാമന് കൊടുത്താൽ നമ്മളെല്ലാം കൂട്ടത്തോടെ നശിച്ചു മഹാറാണി. അതുകൊണ്ട് ഈ യുവരാജാഭിഷേകം മുടക്കണം. എങ്കിലേ ദേവിക്കും ഭരതകുമാരനും രക്ഷയുണ്ടാവൂ. മന്ധരേ, രാമനും ഭരതനും എനിക്കെന്റെ രണ്ട് കണ്ണുകൾ പോലെയാണ്. രാമൻ വാണാലും ഭരതൻ വാണാലും എനിക്ക് തൃപ്തിയാണ്. കഷ്ടം, അനർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. രാമൻ രാജാവായാൽ ഭരതന് രാജകുലത്തിൽ നിന്ന് തന്നെ പുറത്താകും. ഭരതന് രാജ്യം കിട്ടാനും രാമനെ പുറത്താക്കാനും എന്തുണ്ട് വഴിയെന്ന് ചിന്തിക്ക്. ഇല്ലെങ്കിൽ
കൈകേയും ഭരതനും അവശേഷിക്കില്ല മഹാറാണി. ചിന്തിച്ചിരിക്കാതെ പ്രവർത്തിച്ച് ജയിക്കാൻ നോക്ക്. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമി ബാലാജ്ഞയാ ചെയ്യുമാറാക്കണം.